മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റെ ആകാശത്ത് വീണ്ടും യുദ്ധത്തിന്റെ കറുത്ത നീരാഴി. യമനിൽ നിന്നുള്ള മിസൈൽ ആക്രമണം തടയുന്നത് വിജയിച്ചുവെന്ന് ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തത്സമയം പ്രവർത്തിച്ചുവെന്നും ആക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറൺ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിയതായും അധികൃതർ അറിയിച്ചു. കാലാനുസൃതമായി ഭീകരാക്രമണ സാധ്യത വർദ്ധിക്കുന്നതോടെയാണ് ഇസ്രയേൽ ദക്ഷിണഭാഗത്ത് സംശയാസ്പദ ചലനങ്ങൾക്കായി നിരന്തരം ജാഗ്രത പാലിച്ചത്. ഇപ്പോൾ യമനിൽ നിന്നുള്ള ആ മിസൈൽ ഏതു ലക്ഷ്യത്തേക്കായിരുന്നു ലക്ഷ്യമിട്ടത്? പിന്നിൽ ആരാണ്? ഇതെല്ലാം ഇപ്പോൾ ആഗോളതലത്തിൽ രൂക്ഷമായ ചർച്ചയായി മാറുകയാണ്. യമനിൽ നിന്ന് ഇസ്രയേലിലേക്ക് തൊടുത്ത മിസൈൽ തകർത്തുവെന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടത്. ഇസ്രയേലിലെ വിവിധയിടങ്ങളിൽ ആക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ മുഴങ്ങി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കുകയും ചെയ്തുവെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയത്. ഇതിനിടെ യമനെതിരെ ഇസ്രയേൽ ഒരു വലിയ ആക്രമണം ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ഇസ്രയേലി രാഷ്ട്രീയ തലത്തിൽ നിന്ന് പച്ചക്കൊടി കാണിക്കാൻ കാത്തിരിക്കുകയാണെന്നും ഇസ്രയേലിലെ ചാനൽ 14 ജൂലൈ 23 റിപ്പോർട്ട് ചെയ്തു. യമൻ അൻസറള ഗ്രൂപ്പിനെതിരെ ഒരു പ്രധാന ആക്രമണ പദ്ധതിയിൽ ഇസ്രായേൽ സുരക്ഷാ സ്ഥാപനം രാപ്പകൽ പ്രവർത്തിക്കുന്നു. ഇത് ഇസ്രയേലിനെതിരായ നിരവധി ഭീകരാക്രമണങ്ങളും റോക്കറ്റ് ആക്രമണങ്ങളും അവസാനിപ്പിക്കുമെന്നാണ് ഹീബ്രു ചാനൽ പറയുന്നത്. ഞങ്ങൾ കഴിവുകൾ വികസിപ്പിക്കുകയാണ്. രാഷ്ട്രീയ തലത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അവ എങ്ങനെ സജ്ജീകരണമാക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ മാധ്യമത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ഇറാനിൽ 12 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ നേടിയത് യമനിൽ എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാമെന്നും ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 20 മാസമായി ഇസ്രയേൽ പലതവണ ആക്രമിച്ച ഒരു ദ്വിതീയ മേഖലയായിരുന്നു യമൻ. ഇപ്പോൾ ഗാസയ്ക്കൊപ്പം ഒരു കേന്ദ്ര മേഖലയായി മാറുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ തലത്തിലും അതുവഴി ഇസ്രായേൽ സൈന്യത്തിലും ഒരു പ്രവർത്തന മുൻഗണനയായി മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാകുന്നത്. ഇപ്പോൾ 2 തുറന്ന മുന്നണികളുണ്ട്: ഗാസ മുനമ്പും യമനും എന്ന പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രസ്താവനയും പുറത്തു വന്നിരുന്നു. യമൻ സായുധ സേന ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇടയ്ക്കിടെ മിസൈൽ ആക്രമണം നടത്തുന്നതിനാൽ കാറ്റ്സ് ഉൾപ്പെടെയുള്ള ഇസ്രയേലി ഉദ്യോഗസ്ഥർ സമീപ ആഴ്ചകളിൽ യമനെതിരെ നീക്കം ശക്തമാക്കിയിരുന്നു. ബുധനാഴ്ച വൈകുന്നേരം യമനിൽ നിന്ന് വിക്ഷേപിച്ച ഒരു മിസൈൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ അതിർത്തിക്ക് പുറത്തു വീണു. ഒരു ദിവസം മുൻപ് ടെലവീവിലെ ബെൻ ഗുരിയോൻ വിമാനത്താവളം യാവോസ് വ്യോമസേന മിസൈൽ ഉപയോഗിച്ച് ലക്ഷ്യമാക്കി. ഇസ്രായേൽ സൈന്യം അത് തടഞ്ഞതായി പറയുന്നു. തിങ്കളാഴ്ച പടിഞ്ഞാറൻ യമനിലെ ഹുദൈദ തുറമുഖം ലക്ഷ്യമിട്ട് ഇസ്രയേലി ഡ്രോണുകൾ ആക്രമണം നടത്തി. ഈ മാസം രാജ്യത്തിന് നേരെയുള്ള രണ്ടാമത്തെ ആക്രമണം കൂടിയായിരുന്നു ഇത്. ജൂലൈ 7 പുലർച്ചെ റാസ് ഇസ, ഹൊദൈദ, സാലിഫ് തുറമുഖങ്ങൾ, ഹൊദൈദ പവർ പ്ലാന്റ് എന്നിവ ഉൾപ്പെടെ യമനിലെ നിരവധി സ്ഥലങ്ങൾക്ക് നേരെ ഇസ്രയേൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ 20 യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. 50-ലധികം ബോംബുകൾ വർഷിച്ചു. ജൂലൈ 7 യമനിൽ നടന്ന ആക്രമണം ഓപ്പറേഷൻ ബ്ലാക്ക് ഫ്ലാഗ് എന്നറിയപ്പെടുന്ന രാജ്യത്തിനെതിരെയുള്ള സൈനിക നടപടിയുടെ തുടക്കമാണെന്നാണ് ഇസ്രയേൽ പറഞ്ഞത്. ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ യമൻ നടത്തുന്ന ഫലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങൾ ഇസ്രയേലിലെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ബാധിച്ചു. ചെങ്കടലിലെ ഇസ്രയേലി താൽപര്യങ്ങൾക്കെതിരായി യമൻ നടത്തിയ ആക്രമണങ്ങളെ തുടർന്നുണ്ടായ വൻ കടബാധ്യതയും കൂട്ട പിരിച്ചുവിടലുകളും കാരണം തെക്കൻ ഏലാത്ത് തുറമുഖം അടച്ചുപൂട്ടുവാൻ നിർബന്ധിതമായി. ഇസ്രയേലി റിപ്പോർട്ടുകൾ പ്രകാരം യമനെതിരെയുള്ള പ്രചാരണം പുനരാരംഭിക്കുവാനും YAF ഉയർത്തുന്ന ഭീഷണി അവസാനിപ്പിക്കുവാൻ വിശാലമായ ഒരു സഖ്യം രൂപീകരിക്കുവാനും ടെലവീവ് വാഷിംഗ്ടണിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇതിനിടെ ഗാസയിൽ പട്ടിണി മരണം തുടരുകയാണ്. സ്ഥിതി ഭയാനകമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൂണ്ടിക്കാട്ടി. ആക്രമണം നിർത്തി സഹായം ലഭ്യമാക്കുവാൻ വൈകരുതെന്ന് യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശിച്ചു. സമ്പൂർണ്ണ ഉപരോധത്തെ തുടർന്ന് ഗാസയിൽ പട്ടിണി മരണം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ യുദ്ധം നിർത്തണമെന്ന മുറവിളി ശക്തമാണ്. പുതുതായി 9 പേർ കൂടി പട്ടിണി മരണം കാരണം മരിച്ചതോടെ ആകെ പട്ടിണി മരണം 122ആയി. പട്ടിണി കിടന്ന അവശരായ ഫലസ്തീനി കുട്ടികളുടെ ചിത്രങ്ങൾ നിരവധി പ്രമുഖർ പങ്കുവച്ചു. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ കുട്ടികളെ വിശപ്പ് സഹിക്കാനാകാതെയുള്ള കരച്ചിൽ അസഹനീയമെന്ന് മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നു. ഭക്ഷണം കാത്തുനിന്ന 16 പേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നു. ഗാസയ്ക്ക് വേണ്ടി റഫ അതിർത്തിയിൽ ട്രക്കുകൾ എത്തിച്ച ഭക്ഷ്യധാന്യങ്ങൾ ഇസ്രായേൽ സേന നശിപ്പിക്കുന്നതായ റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഫലസ്തീനികളെ പട്ടിണിക്കിട്ട് കൊല്ലുവാനുള്ള വംശഹത്യാ പദ്ധതിയുടെ ഭാഗമായാണ് നടപടിയെന്നാണ് ആംനസ്റ്റി ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ കുറ്റപ്പെടുത്തിയത്. സ്ഥിതി ഭയാനകമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. എല്ലാവരുമായും ഏറ്റുമുട്ടുകയാണ് ഹമാസ് എന്നും ഇസ്രയേലിലെ പ്രതികരണം എന്താണെന്ന് കാത്തിരിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഉടൻ ആക്രമണം നടത്തി ഗാസയിലേക്ക് സഹായം ലഭ്യമാക്കണമെന്ന് ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി രാജ്യങ്ങൾ സംയുക്തമായി ആവശ്യപ്പെട്ടു. വിശപ്പ് ആയുധമാക്കുന്ന സ്ഥിതി ആപത്കരമെന്നാണ് EU പ്രതികരിച്ചത്. ദോഹ വെടിനിർത്തൽ ചർച്ച റദ്ദാക്കി സംഘങ്ങളെ മടക്കി വിളിച്ച അമേരിക്കയുടെയും ഇസ്രയേലിന്റെ നടപടിക്കെതിരെ വിമർശനം ഉയർന്നു. ഹമാസിന്റെ നിഷേധാത്മക നിലപാടാണ് നടപടിക്ക് പിന്നിലെന്നാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കുറ്റപ്പെടുത്തൽ. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഹമാസ് പ്രതികരിച്ചു. ചർച്ച പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന മാധ്യമ വാർത്തകൾ മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും തള്ളി. ബന്ദിമോചനത്തിന് തുരങ്കം വെച്ച നെതന്യാഹുവിനെതിരെ ഇസ്രയേലിൽ പ്രക്ഷോഭം ശക്തമാണ്. യമനിലെ ഹൂതികൾ ഇസ്രയേലിന് നേർക്ക് വീണ്ടും മിസൈലും അയച്ചു. ഇതിനിടെ 4 പതിറ്റാണ്ടുകാലം ഫ്രാൻസ് ജയിലിൽ കഴിഞ്ഞ ഫലസ്തീൻ അനുകൂല ലബനീസ് കമ്മ്യൂണിസ്റ്റ് നേതാവ് ജോർജ് ഇബ്രാഹിം അബ്ദുള്ള ജയിൽ മോചിതനായി.
ഇസ്രയേലിലെയും അമേരിക്കയുടെയും 2 നയതന്ത്ര ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ കേസിലാണ് 40 വർഷത്തിലേറെ ജോർജ് അബ്ദുള്ള ജയിലിൽ കഴിയുന്നത്. 74 വയസ്സുള്ള ജോർജ് അബ്ദുള്ളയെ ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ കുടുംബാംഗങ്ങളും ജനങ്ങളും ഫലസ്തീൻ പതാകകളും ലബനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പതാകകളും വീശിക്കൊണ്ട് സ്വീകരിച്ചു. അറബ് ജനതയുടെ മുന്നിൽ വെച്ച് ഫലസ്തീനിലെ കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. ഇത് ചരിത്രത്തിന് അപമാനമാണ്. ഇസ്രയേൽ അതിന്റെ നിലനിൽപ്പിന്റെ അവസാന അധ്യായങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്. പ്രതിരോധം തുടരുകയും കൂടുതൽ ശക്തമാക്കുകയും വേണമെന്ന് സ്വീകരണത്തിൽ ജോർജ് അബ്ദുള്ള പറഞ്ഞു. പാരീസിൽ US മിലിറ്ററി അറ്റാഷെ ചാൾസ് റോബർട്ട് റേ, ഇസ്രായേൽ നയതന്ത്രജ്ഞൻ യാക്കോവ് ബെർസിമെന്റോ എന്നിവരുടെ കൊലപാതകങ്ങളിൽ പങ്കുണ്ടെന്നാരോപിച്ച് 1984 ജോർജ് അബ്ദുള്ളയെ അറസ്റ്റ് ചെയ്യുകയും 1987 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. ഫ്രാൻസിലേക്ക് ഒരിക്കലും തിരിച്ചു വരരുതെന്ന വ്യവസ്ഥയിൽ ജൂലൈ 25 മുതൽ പ്രാബല്യത്തിൽ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ പാരീസ് അപ്പീൽ കോടതി ഉത്തരവിട്ടു. 1999 മുതൽ അദ്ദേഹം മോചിതനാകാൻ അർഹനായിരുന്നുവെങ്കിലും കേസിലെ ഒരു സിവിൽ കക്ഷിയായ അമേരിക്ക അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനെ നിരന്തരം എതിർത്തതിനാൽ മുൻ അപേക്ഷകൾ നിരസിക്കപ്പെട്ടു. ഫ്രാൻസിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന തടവുകാരെ സാധാരണയായി 30 വർഷത്തിൽ താഴെ തടവിന് ശേഷം മോചിപ്പിക്കാറുണ്ട്. എന്നാൽ ജോർജ് അബ്ദുള്ളയുടെ കേസിൽ പലപ്പോഴും മോചനം നിരസിക്കപ്പെട്ടു. ജോർജ് അബ്ദുള്ളയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ലെബനൻ അധികൃതർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും വാഷിംഗ്ടൺ അദ്ദേഹത്തിന്റെ മോചനത്തെ നിരന്തരം എതിർത്തു. ഇപ്പോൾ 73 വയസ്സുള്ള ജോർജ് അബ്ദുള്ള താൻ ഒരു കുറ്റവാളിയല്ലെന്നും ഫലസ്തീനികളുടെ അവകാശങ്ങൾക്കായി പോരാടിയ ഒരു പോരാളിയാണെന്നും എപ്പോഴും തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. 1986 മുതൽ ജോർജ് അബ്ദുള്ളയുടെ മോചനം തടയുന്നതിൽ അമേരിക്കൻ സർക്കാർ സജീവമായി പങ്കുവഹിച്ചിട്ടുണ്ട്. പരോളിന് അപേക്ഷിക്കുവാൻ അർഹതയുണ്ടായിരുന്ന ജോർജ് അബ്ദുള്ളയ്ക്ക് 2013 ഫ്രഞ്ച് കോടതി മോചനത്തിനുള്ള അംഗീകാരം നൽകിയെങ്കിലും ജോർജ് അബ്ദുള്ളയുടെ മോചനം തടയുന്നതിനുള്ള ഒരു മാർഗം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഹിലാരി ക്ലിന്റൺ ഫ്രാൻസിന്റെ വിദേശകാര്യമന്ത്രി ലോറന്റ് ഫാബിയസിന് നേരിട്ട് സന്ദേശം അയച്ചതായി വിക്കിലീക്സ് വെളിപ്പെടുത്തിയിരുന്നു. അതേ വർഷം തന്നെ അബ്ദുള്ളയെ ലബനനിലേക്ക് മടങ്ങുവാൻ അനുവദിക്കുന്ന ഉത്തരവിൽ ഒപ്പിടുവാൻ അന്നത്തെ ആഭ്യന്തരമന്ത്രി മാനുവൽ വാൾഡ് വിസമ്മതിച്ചു. യൂറോപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച തടവുകാരിൽ ഒരാളായ ജോർജ് അബ്ദുള്ള എന്നാൽ ഒരിക്കൽ പോലും തന്റെ പ്രവർത്തികളിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. 1978 ഇസ്രയേൽ ലബനൻ അധിനിവേശത്തിനിടെ പരിക്കേറ്റ ജോർജ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീനിൽ ചേർന്നു. 1960കളിലും 1970കളിലും നിരവധി വിമാന റാഞ്ചലുകൾ നടത്തിയ ഈ സംഘടനയെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തീവ്രവാദ ഗ്രൂപ്പായി മുദ്രകുത്തി നിരോധിച്ചു. ക്രിസ്ത്യാനിയായ ജോർജ് അബ്ദുള്ള 1970കളുടെ അവസാനത്തിൽ ലബനീസ് ആൻഡ് റെവല്യൂഷണറി ഫാക്ഷൻസ് എന്ന സായുധ സംഘടന സ്ഥാപിച്ചു. ഇറ്റലിയിലെ റെഡ് ബ്രിഗേഡ്സ്, ജർമ്മൻ റെഡ് ആർമി ഫാക്ഷൻ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റു തീവ്ര ഇടതുപക്ഷ സായുധ ഗ്രൂപ്പുകളുമായി ഇതിന് ബന്ധമുണ്ടായിരുന്നു. സിറിയൻ അനുകൂല ഇസ്രയേൽ വിരുദ്ധ മാർക്സിസ്റ്റ് ഗ്രൂപ്പായ LARF 1980കളിൽ ഫ്രാൻസിൽ നടന്ന 4 ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. 1984 ലിയോണിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ഇസ്രയേലി രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിലെ കൊലയാളികൾ തന്റെ പിന്നാലെയുണ്ടെന്ന് അവകാശപ്പെട്ടതിനു ശേഷമാണ് ജോർജ് അബ്ദുള്ള ആദ്യമായി അറസ്റ്റിലായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.